തൊണ്ടി മുതൽ നശിപ്പിച്ച കേസിൽ ഇപ്പോൾ ആന്റണി രാജു MLA കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അന്നത്തെ ആ കേസിൽ നിർണായകമായ ചുവടുവെച്ച TP സെൻകുമാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. സർ, ഒരു വർഷങ്ങൾക്ക് നീണ്ട ശേഷമുള്ളൊരു കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ആ കോടതി വിധി വന്നിരിക്കുന്നത്. ഒരു MLA ആണ്, അതുപോലെ തന്നെ മുൻ മന്ത്രിയുമാണ്. തൊണ്ടി മുതൽ നശിപ്പിച്ച കേസിൽ ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടിരിക്കും. എന്താണ് ഈ ഒരു അവസരത്തിൽ? നമ്മൾ പഠനം നടത്തേണ്ട ഒരു കേസാണിത്. കാരണം 1990 സംഭവിച്ച ഒരു കുറ്റത്തിന് 36 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഏറ്റവും താഴെയുള്ള കോടതിയിൽ ഒരു ഫൈൻഡിങ് കണ്ടെത്തുന്നത്. ഇനി അതിനെ തുടർന്ന് അപ്പീലുകളൊക്കെ ഉണ്ടായിരിക്കാം. ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത്, ഈ അണ്ടർവെയർ മാറ്റിയത് പോലീസാണെന്നുള്ള കേരള ഹൈക്കോടതിയുടെ വിധി ജയമോഹനെതിരെയുള്ളത് അല്ല, ഇതിൽ മറ്റു ചിലരാണ് അതൊക്കെ ചെയ്തത് എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നു. അതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനമായിട്ട് കാണുന്നത്, കോടതിയിൽ ചത്തുകിടന്നിരുന്ന കേസ് പുറത്തു കൊണ്ടുവന്ന് അതിന് ജീവൻ വെപ്പിച്ച് കൊണ്ടുവന്നത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ജോലി വരെ രാജിവെക്കേണ്ടി വന്നു. അതിൽ എനിക്ക് അനിൽ ഇമ്മാനുവലിനോട് വളരെയധികം എന്താണ് പറയുന്നത്, നന്ദി അറിയിക്കാനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ളൊരു കേസല്ല, പോലീസിൻ്റെ കേസാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ലാതെ കിടന്ന കേസ് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എടുത്ത് ജോലി പോലും കളഞ്ഞ് ഇത്ര രീതിയിൽ എത്തിച്ചതിൽ അനിൽ ഇമ്മാനുവലിനാണ് ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റും കൊടുക്കുന്നത്. അതാണ് ഇതിൽ സംഭവിച്ചത്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇടുന്നത്, അന്വേഷണം നടത്തണം എന്ന് പറയുന്ന ഒരു ഉത്തരവിടുന്നത്, അതായത് ഇത് 90 തന്നെ ഞാൻ അന്ന് വരുന്ന പല ഓഫീസേഴ്സിനോടും കമ്മീഷണർമാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെയൊരു കേസുണ്ട്, അത് പ്രോപ്പറായിട്ട് അന്വേഷിക്കണം. പക്ഷേ അവർ പലരും എന്തുകൊണ്ടോ ഇത് അന്വേഷിക്കാൻ താല്പര്യം കാണിച്ചില്ല. ഞാൻ പിന്നീട് അറിഞ്ഞത് പല കമ്മീഷണർമാരും ഈ ഫയൽ അവരുടെ ഓഫീസിൽ തന്നെ എടുത്തു വെച്ചിരുന്നതാണ്, താഴെയുള്ള ഓഫീസർമാർക്ക് അന്വേഷിക്കാൻ പറ്റാത്ത വിധത്തിൽ. അതുകൊണ്ട് ഞാൻ IG ആയിട്ട് വന്നപ്പോഴേ ഫയൽ വിളിപ്പിക്കുകയും ആ ഫയൽ ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ബക്കം പ്രഭ എന്ന DYSPക്ക് കൊടുത്ത് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. കാരണം നല്ലൊരു ഭാഗം എവിഡൻസും അപ്പോൾ തന്നെ ഹൈക്കോടതി വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ നമുക്കുണ്ടായിരുന്നു. അത് പ്രൊസീജിയറലായിട്ട് പോലീസിൻ്റെ എവിഡൻസായിട്ട് മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ വക്കം പ്രഭ ഒന്നാം തരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അത് അദ്ദേഹം പെട്ടെന്ന് തന്നെ നടത്തി കേസ് ചാർജ് ചെയ്തു. ഇപ്പോഴദ്ദേഹത്തിന് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിലും ട്രയലിനൊക്കെ കൃത്യമായിട്ട് വന്നു. ശ്രീ ജയമോഹൻ അന്നത്തെ SI ആയിരുന്ന ആൾ, എല്ലാവരും റിട്ടയർ ചെയ്തതാണ്. കാരണം 36 വർഷമായി കേസ് എന്ന് പറയുന്നത്. അദ്ദേഹമൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രോസിക്യൂട്ടർക്കും അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കണം. അദ്ദേഹവും അത്ര അനുഭവ പരിചയമില്ലെങ്കിലും നന്നായിട്ട് കേസ് നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് കൂടി കൊടുക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അനിൽ ഇമ്മാനുവൽ. അതുപോലെ മറ്റൊരു കണ്ടെത്തലാണ് ഈ കോടതിയുടെ ഒരു തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലുള്ളൊരു കോടതിയുടെ നിരീക്ഷണമായിട്ട് കാണുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമല്ല. അതെ, കോടതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ പലപ്പോഴും നടക്കും, പക്ഷേ കോടതിൻ്റെ ഉള്ളിലുള്ള തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം, വളരെ കൃത്യമായിരുന്നു. എന്തായാലും വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ക്യാമറ പേഴ്സൺ രതീഷിനോടൊപ്പം M. പ്രജിത്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.